ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എണീറ്റ് മുങ്ങാന്ന് വെച്ചപ്പോൾ പറ്റണില്ല കേട്ടോ. അതാക്കിട്ട് ഇങ്ങനെ ബാക്കിൽ ഒരാൾ എന്നെ ചവിട്ടിയിട്ട് പിന്നെ വേറെ രക്ഷയൊന്നുമില്ല. ഉറങ്ങില്ലാന്ന് കണ്ടപ്പോൾ നമ്മൾ അവളെ എടുത്ത് താഴേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളെ എടുത്ത് താഴേക്കുള്ള പോക്കാണ് കേട്ടോ. മുഖത്തൊന്നും ഒരു ഉഷാറില്ല, ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ തൊട്ടി മുന്നിലൊന്ന് ഇട്ടിട്ടൊന്ന് ആട്ടാക്കി ഉറങ്ങുമില്ലെന്നൊന്നും അറിയില്ല. ആട്ടിക്കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. പിന്നെ പാലൊക്കെ സെറ്റ് ചെയ്തേക്ക് ചായക്ക് വേണ്ടിയിട്ടിട്ട് തണവൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു തട്ടിമുട്ടി ക്ലീനിങ് ആണ്. അത് സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് തുടങ്ങാൻ പോകണേ ഉള്ളൂ. പണി കഴിഞ്ഞതിന് ശേഷമാണ് ക്ലീൻ ചെയ്യാറ്. പിന്നെ പാലൊക്കെ വെച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് സെറ്റാക്കി. കാരണം അവൾ എണീക്കുമ്പോഴേക്കും അത് കൊടുക്കണേ. എണീക്കാന്ന് വെച്ചൊക്കെ എടുക്കൊന്നുമില്ല. ഇപ്പം എണീറ്റ് വരും കേട്ടോ. ചപ്പാത്തി ഗ്രീൻ പീസ് കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിനാക്കി ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ നമുക്കിനി ഗ്രീൻ പീസ് കറി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോഴേക്കും പാല് തിളച്ചു. അപ്പോൾ പാല് തിളച്ച് പാലിറക്കി വെച്ചു. അപ്പോൾ ഗ്രീൻ പീസ് കറിക്ക് നമ്മൾ ഗ്രീൻ പീസ് കുക്കറിലിട്ടിട്ട് സെറ്റാക്കി വാഷ് ചെയ്ത ഗ്രീൻ പീസാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സവാള നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് സവാള തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കാം. ഞാൻ എൻ്റെ ഒരു എളുപ്പപ്പണിക്ക് സവാളയൊക്കെ തക്കാളിയൊക്കെ ഡയറക്റ്റ് അരിഞ്ഞിട്ടേ ചെയ്യണം കേട്ടോ. സവാളയും തക്കാളി, പച്ചമുളക്, പിന്നെ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ. ഇതാണ് ഞാൻ ഗ്രീൻ പീസ് കറിയിലും കടലക്കറിയിലും ഉണ്ടാക്കുമ്പോൾ തുടക്കത്തിൽ കുക്കറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് വെക്കാറ് കേട്ടോ. തക്കാളി, മഞ്ഞൾപ്പൊടി, സവാള, വെളിച്ചെണ്ണ, കുറച്ച് ഉപ്പ്. ചിലവർ ഉപ്പ് ഇടാറില്ല, വേവില്ല കടല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് ഗ്യാസൊക്കെ കത്തിച്ച് എല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗ്രീൻ പീസിൻ്റെ കാര്യം കുക്കർ നോക്കിക്കോളൂ. ഒരു 5-6 അടിക്കുമ്പോഴേക്കും അത് സെറ്റാവും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത പണി ചോറാണ്. കുറച്ചുകൂടി സമയം എടുക്കുന്നത് അതാണല്ലോ. അപ്പോൾ ചോറിൻ്റെ അവിടെ സെറ്റ് ചെയ്തു. വേഗം തന്നെ തീ കത്തി പിടിച്ചു. എന്നെ അധികം ബുദ്ധിമുട്ടിക്കാതെ തീ കത്തി. അപ്പോൾ ചോറിന് വെള്ളമൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി. ചോറിൻ്റെ കാര്യം അടുപ്പ് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് പിന്നെയും കുക്കറിലേക്ക് വരാം കേട്ടോ. അവിടെ എന്തായി നോക്കണമല്ലോ. ഇത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും കുക്കറിൻ്റെ വിസിലായിട്ട് മോൾ എണീറ്റു. അപ്പോൾ പിന്നെ അവളുടെ കരച്ചിൽ കുറയ്ക്കാനായിട്ട് അവളിനെ എടുത്ത് കുറച്ച് നേരമൊക്കെ നടന്നു കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ അവളാണെങ്കിൽ താഴെ ഇരിക്കണില്ല, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ പിന്നെ ഒരുവിധം സെറ്റാക്കി ഒരു ഭാഗത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. കയ്യിലൊരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാര്യമൊന്നുമില്ല, വിരലാണ് വായിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നോക്കിയപ്പോൾ നിലത്ത് മുഴുവനും പൊടി. പിന്നെ ഒന്നും നോക്കിയില്ല. അടിച്ചു വരാമെന്ന് വിചാരിച്ചു. ചൂലൊക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോൾ എൻ്റെ പിന്നാലെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നെ ശല്യം ചെയ്യാനായിട്ട്. വേറെ ഒന്നുമല്ല, കരട് പറക്കിക്കൊണ്ട് പോകാനാണ്. അടിക്കിനോട് കൂടിയിട്ട് അവൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ പറക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവൾ അവിടെ കിടന്ന് നടന്ന് നമ്മുടെ പണി നടക്കൽ കുറവായിരിക്കും കേട്ടോ. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അതാണ്ടോ ഞാൻ എന്നിട്ട് ചെയ്യണം നോക്കിയിട്ട് നിൽക്കണേ. അപ്പോൾ നമ്മൾ സോഫയ്ക്കൊക്കെ ഒന്ന് കുടഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഒരു ഭാഗത്ത് കയറ്റി ഞാൻ ഇരുത്തിയിട്ട്, അല്ലെങ്കിൽ ക്ലീനിങ് നടക്കില്ലേ. അപ്പോൾ അവളെ കയറ്റിയിരുത്തി ക്ലീനിങ് തുടങ്ങി. ക്ലീനിങ് അങ്ങ് തകർത്തിയിരുന്നപ്പോൾ അവളെ കാണുന്നില്ല. തിരച്ചിൽ തിരഞ്ഞ് വന്നപ്പോഴാണ് അടുപ്പിൻ്റെ ചുവട്ടിൽ പോയിരിക്കുന്നത്. എന്നെ ഒന്ന് വഴക്കേട്ടപ്പോൾ വന്നിരിക്കണത് കേട്ടോ ഈ അടുപ്പിൻ്റെ ചുവട്ടിൽ. അവിടെ ക്ലീനിങ് ഒക്കെ ചെയ്ത് വരണേ ഉള്ളൂ ഞാൻ. അപ്പോൾ അവിടുത്തെ പിടിച്ചൊന്ന് പുറത്തേക്ക് ഇറക്കി ഇരുത്തി. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് വേണ്ടിയിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും പെരിഞ്ചീരകം ചതച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായതിന് ശേഷം അതിലേക്ക് ആദ്യം തക്കാളി, സവോളയും കൂടി ഇടാം. തക്കാളി ആദ്യമായിട്ട് വാറ്റിയതിന് ശേഷം വേണമെങ്കിൽ സവോള ഇടുന്നവരുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അത് നന്നായിട്ട് ബ്രൗൺ കളറായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് പെരിഞ്ചീരകം കൂടി ഇടണം കേട്ടോ. പെരിഞ്ചീരകമല്ല, സോറി, ഗരം മസാലപ്പൊടിയാണ് കേട്ടോ പെരിഞ്ചീരകം. നമ്മൾ ഓടി മുന്നേ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു മണം വരും കേട്ടോ. ചിക്കൻ്റെ ആ ഒരു സ്മെല്ലാണ് കിട്ടുക നമുക്ക്. പച്ചമുളക് ഞാൻ അവിടെ ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കേട്ടോ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവൾ കരച്ചിലായി. അപ്പോൾ പിന്നെ അവളെ എടുത്തിട്ട് എന്തെങ്കിലും കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിക്കണമെന്നില്ല, പക്ഷെ നമ്മൾ കഴിപ്പിക്കണമല്ലോ, അതാണല്ലോ ഒരു അമ്മയുടെ ദൗത്യം. അപ്പോൾ പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരുത്തി കഴിപ്പിക്കണത് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കണില്ല, വേണ്ടെന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഒരുവിധം 2-3 സ്പൂണൊക്കെ ഇങ്ങനെ തള്ളി കയറ്റി വിട്ടിട്ടുണ്ട് ഞാൻ. വേറെ രക്ഷയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഗ്രീൻ പീസ് കറി എൻ്റെ വയറ് ഇഷ്ടമിട്ടായി. അപ്പോൾ ഗ്രീൻ പീസ് കറി ഇപ്പോൾ ഞാൻ ഗ്രീൻ പീസും ചപ്പാത്തി എടുത്തു കേട്ടോ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റും. കൊച്ചിൻ്റെ വയറ്റിക്ക് എത്തിയപ്പോൾ പിന്നെ നെക്സ്റ്റ് ഞാനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് തുറന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്നിട്ടൊക്കെ അങ്കപ്പാടെന്ന് അറിയാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കിയപ്പോൾ നേരത്തെ ചോറൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് വെച്ചു കേട്ടോ. ഒരു കവറിൽ അവിടെ എന്തോ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ കിടക്കണവരെ അത് കണ്ടിട്ടില്ല. കണ്ടിട്ട് എനിക്ക് സ്മെല്ലൊക്കെ അടിച്ചിട്ട് മാങ്ങയാന്ന് തോന്നുന്നുണ്ട്. നമുക്കതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ആ മാങ്ങയാണെങ്കിൽ നമുക്കൊന്ന് ചോറിക്കുള്ള കറി സെറ്റാക്കാം. അപ്പോൾ മാങ്ങയാണെന്നാണ് എൻ്റെ അത് മാങ്ങ തന്നെയാണ്. നമുക്ക് എന്നാലും തുറന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. അടിപൊളി മാങ്ങയാണ്. അപ്പോൾ ചോറിലേക്ക് ഒരു മാമ്പഴപ്പുളിശ്ശേരി സെറ്റായി. മാമ്പഴപ്പുളിശ്ശേരി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാത്തവർ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചോറിക്കുള്ള നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിയായി. അപ്പോൾ ബൈ ഗൈസ്.